നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല 19ാമത് ബിരുദദാന ചടങ്ങ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം കമ്മിറ്റി കർഷകരെ ആദരിക്കുന്ന ചടങ്ങ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജെയ്ജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവ ജയന്തി സന്ദേശ വാഹന വിളംബര ജാഥയ്ക്ക് യൂണിയൻ സെക്രട്ടറി TR രാജേഷിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. വെട്ടുകാട് ജനോദയ കലാസമിതി വായനശാലയുടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ആതുര സേവനം അഭിമാനത്തോടെ ഉൾക്കൊള്ളേണ്ടുന്ന ബഹുമതിയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള ആരോഗ്യ സർവകലാശാലയുടെ 19ാമത് ബിരുദദാന ചടങ്ങിൽ ഓഗസ്റ്റ് 18-ന് തൃശൂർ ഗവൺമെന്റ് അലൂമിനി അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബുദ്ധിപരവും ധാർമ്മികവുമായ നീതി നിർവഹണം എന്നതിൽ വേരൂന്നിയാകണം ആതുര വിദ്യാഭ്യാസം എന്നറിയിച്ചു. ആതുര വിദ്യാസമ്പന്നർ കുലീനത്വം ഉൾക്കൊണ്ടുകൊണ്ട് അർപ്പണ മനോഭാവത്തോടെ പൊതുസമൂഹത്തിനായി സമർപ്പിക്കണം. മെഡിക്കൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്നത് ഒരു ബഹുമതിയും അഭിമാനവുമായി കരുതണം. സമൂഹം കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല സ്ഥാപനത്തിന്മേൽ വലിയൊരു പ്രതീക്ഷ അർപ്പിക്കുന്നു. സംസ്ഥാനത്തിന്റെ ആതുര ഗവേഷണ രംഗത്ത് കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയ്ക്ക് മുഖ്യ പങ്കുണ്ട് എന്നും അദ്ദേഹം പ്രസ്താവിച്ചു. സഹാനുഭൂതി, അനുകമ്പ എന്നതിലൂടെ സമൂഹ നന്മ എന്നതിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഡോക്ടർ S രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണത മാനവികത പ്രായോഗികമാകുമ്പോൾ മാത്രമാണ്. വേദിയിൽ വെച്ച് വിവിധ വിഷയങ്ങളിൽ 1ാം റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ മെമന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയായ രോഹിത് രാജീവ് സക്കറിയ, പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് സെന്റർ തിരുവല്ലയിലെ വിദ്യാർത്ഥിയായ ഐശ്വര്യ S എന്നിവർക്ക് ഡോക്ടർ ജയറാം പണിക്കർ എൻഡോവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചു. 400ഓളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. 19ാമത് ബിരുദദാന ചടങ്ങിന്റെ വേദിയിൽ സ്കിൽസ് ട്രെയിനിംഗ് മാനുവൽ ഫോർ മെഡിക്കൽ കോളേജസ് എന്ന പുസ്തകം ഗവർണർ വൈസ് ചാൻസലർക്ക് നൽകി പ്രകാശനം ചെയ്തു. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമൽ സ്വാഗതം ആശംസിച്ചു. പ്രോ വൈസ് ചാൻസലർ CP വിജയൻ, രജിസ്ട്രാർ ഡോക്ടർ ഗോപകുമാർ S, പരീക്ഷാ കൺട്രോളർ ഡോക്ടർ S അനിൽകുമാർ, വിവിധ ഫാക്കൽറ്റി ഡീൻമാർ, സെനറ്റ് അംഗങ്ങൾ, കോളേജ് പ്രിൻസിപ്പൽമാർ, GC AC അംഗങ്ങൾ, സർവകലാശാല ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. First, I would like to extend my heartiest greetings to all 11,000. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകരെ ആദരിച്ചു. DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ബിനോയ് പടിക്കല അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് റിസൻ വർഗീസ്, ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് ചക്കാലക്കൽ, സനോജ് കാട്ടുകാരൻ, ഫ്രാങ്കോ തൃക്കൂക്കാരൻ, NP രാമചന്ദ്രൻ, EV സുനിൽ രാജ്, നിമ്മി റപ്പായ്, സന്ദീപ് സഹദേവൻ, സജീവ് മുല്ലപ്പള്ളി എന്നിവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ സനീഷ് കൊച്ചപ്പൻ, ജിതിൻ ജോസ്, അർജുൻ രാംദാസ്, ജിൻസൺ ജോൺസൺ, സ്നേഹപ്രസാദ്, സവിത് പോൾ, കോൺഗ്രസ് നേതാക്കളായ ആനന്ദ് മൊയ്ലൻ, KR ബാബു, ടോമി ഒല്ലുകാരൻ തുടങ്ങി യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതാക്കൾ പങ്കെടുത്തു. ഒല്ലൂർ വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ തിരുനാളിന്റെ ഭാഗമായി ഒല്ലൂർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ സ്പെഷ്യലിസ്റ്റ് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഓഗസ്റ്റ് 20 ചൊവ്വാഴ്ച മുതൽ ഒക്ടോബർ 22 വരെയുള്ള 9 ചൊവ്വാഴ്ചകളിൽ നടക്കുന്ന തിരുനാൾ തിരുക്കർമ്മങ്ങൾക്കൊപ്പം സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായി വിവിധ ആശുപത്രികളുടെയും
ക്ലിനിക്കൽ ലാബുകളുടെയും സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. ഒല്ലൂർ ലയൺസ് ക്ലബ് ഹാളിൽ നടക്കുന്ന ക്യാമ്പിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും സൗജന്യ നേത്ര പരിശോധനയും രക്തപരിശോധനകളും നടക്കും. ആയുർവേദ വിഭാഗം, ഹൃദയ സംബന്ധമായ അസുഖനിർണയം, ഹെർണിയ പരിശോധന, കമ്മ്യൂണിറ്റി മെഡിസിൻ, ദന്തപരിശോധന, ഹോമിയോ വിഭാഗം, ജനറൽ മെഡിസിൻ, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, പീഡിയാട്രിക് വിഭാഗം, ഫിസിയോതെറാപ്പി വിഭാഗം പരിശോധനയും ഉണ്ടായിരിക്കും. ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാ രോഗികൾക്കും ആവശ്യമായ ലാബ് പരിശോധനകൾ സൗജന്യമായി നൽകും. ശസ്ത്രക്രിയകൾ ആവശ്യമായ രോഗികൾക്ക് ലയൺസ് ക്ലബിന്റെ സഹായത്തോടെ ചുരുങ്ങിയ ചിലവിൽ നടത്തിക്കൊടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം 20 രാവിലെ 9 മണിക്ക് സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ നിർവഹിക്കും. ഒല്ലൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ആന്റോ എരിഞ്ഞേരി അധ്യക്ഷനാകും. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ആന്റോ എരിഞ്ഞേരി, സെക്രട്ടറി ജോയ് പൊട്ടക്കൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ബിജു പുറത്തൂർ, റീജിയണൽ ചെയർമാൻ MJ തോമസ് എന്നിവർ പങ്കെടുത്തു. സൗജന്യ മെഡിക്കൽ പ്രോജക്റ്റ് അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ചൊവ്വാഴ്ച ഓഗസ്റ്റ് 20, 2024 ആരംഭിക്കുകയാണ്. കാലത്ത് 9 മണിക്ക് ഇളങ്കോ മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ ഡിസ്ട്രിക്ട് പോലീസ് കമ്മീഷണറായിട്ടുള്ള റെസ്പെക്റ്റഡ് ഇളങ്കോ സാറാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അന്നു മുതൽ 9 ചൊവ്വാഴ്ചകളിൽ നമ്മൾ ഈ പലതരത്തിലുള്ള മെഡിക്കൽ പ്രോജക്റ്റുകൾ, ഹോമിയോ, അലോപ്പതി, അതുപോലെ തന്നെ ഡെന്റൽ, പിന്നെ അതുപോലെ തന്നെ ആയുർവേദം, ജനറൽ മെഡിസിൻസ്. അപ്പോൾ 20-ാം തീയതി ഉദ്ഘാടനത്തോടു കൂടെ തന്നെ നമ്മൾ അന്നത്തെ ജൂബിലി മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പ്, ജനറൽ മെഡിസിൻസിൻ്റെ ക്യാമ്പ് അന്ന് തന്നെ ഉണ്ടായിരുന്നു. കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിങ്ങം 1 കർഷക ദിനമായി ആചരിച്ചു. വയനാട്ടിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ ആത്മാവിന് നിത്യശാന്തിക്കായി സമൂഹ പ്രാർത്ഥനാ ദീപം തെളിയിച്ചുകൊണ്ട് കർഷകരെ ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സംഘടനാ ചാർജുള്ള AD സാബൂസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ഷാജി ചിറ്റിലപ്പള്ളി സ്വാഗതവും അഡ്വക്കേറ്റ് രാജീവ് നന്ദിയും അറിയിച്ചു. ആബിദ, മിനി വിനോദ്, ഗണപതി നമ്പൂതിരി എന്നിവർ സർവ്വമത പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ശ്രീനാരായണ ഗുരുദേവ ജയന്തി സന്ദേശവാഹന വിളംബര ജാഥ SNDP യൂണിയൻ സെക്രട്ടറി TR രാജേഷിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി SNDP ശാഖ സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കലിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. യൂണിയൻ പ്രതിനിധി PA കുമാരൻ ഗുരുദേവന് പൂമാല ചാർത്തി. SNDP യൂണിയൻ നേതാക്കളായ പ്രസിഡന്റ് MS ധർമ്മരാജൻ, യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി മജീഷ് വേലൂർ, പ്രമിത ബാലൻ, രാജീവ് വടക്കാഞ്ചേരി, ശാഖ വൈസ് പ്രസിഡന്റ് CG ശശി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ VR ശ്രീകൃഷ്ണൻ, R രവി, PR സുനിൽ, വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, സെക്രട്ടറി PK ശോഭന, കമലം പ്രഭാകരൻ, സുധർമ്മ ശ്രീകൃഷ്ണൻ, ഷീഭ മധുപ്പുള്ളി, മംഗള ശിവദാസൻ, കുമാരി ഗോപാലകൃഷ്ണൻ, വിലാസിനി പറപ്പറമ്പിൽ, ശോഭ കൈതവളപ്പിൽ, രാധാമാധവൻ എന്നിവർ സന്നിഹിതരായി. തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ ചിങ്ങം 1 കർഷക ദിനം സമുചിതമായി ആചരിച്ചു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷനായി. വ്യത്യസ്ത വിഭാഗങ്ങളിൽ കൃഷി ചെയ്ത മികവ് തെളിയിച്ച കർഷകരെ ആദരിച്ചു. മികച്ച പാടശേഖരമായി വരടഞ്ചിറ പാടശേഖരത്തെയും മികച്ച JLG ഗ്രൂപ്പായി കല്ലമ്പാറ കാർത്തിക JLG ഗ്രൂപ്പിനെയും തെരഞ്ഞെടുത്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PR രാധാകൃഷ്ണൻ, സബിത സതീഷ്, VC സജീന്ദ്രൻ, മെമ്പർമാരായ AR കൃഷ്ണൻകുട്ടി, K രാമചന്ദ്രൻ, SBI ഫോൺ നമ്പർ ശാഖാ മാനേജർ വേലായുധൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. കൃഷി ഓഫീസർ അർച്ചന വിശ്വനാഥ് സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ശാന്തി ഉണ്ണികൃഷ്ണൻ നന്ദിയും അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായുള്ള ഒട്ടേറെ പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കുകയാണ്. കാർഷിക മേഖലയിൽ അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങൾ നാം കണ്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ ഈ വ്യതിയാനം സംഭവിച്ചിട്ടുള്ള കാലാവസ്ഥയെ കൂടി പഠിച്ചു ഭൗമഘടന, പ്രത്യേകിച്ച് നമ്മുടെ ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ
ദീർഘകാലത്തേക്ക് കൈകാര്യം ചെയ്യാവുന്ന നിലയിലുള്ള ഒരു കാർഷിക രീതി രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമം കൂടി ഗവൺമെന്റ് ഈ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് അതിജീവിക്കാൻ കഴിയും. നമ്മുടെ സംസ്ഥാനത്തെ പ്രത്യേകിച്ച് നമ്മളും തെക്കിങ്കര പഞ്ചായത്ത് വയനാട് ജനതയുടെ അതിജീവനത്തിനായി കൈത്താങ്ങായി ഇൻഷുറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ നടത്തിയ റൺ ഫോർ വയനാട് 5 കിലോമീറ്റർ ചാരിറ്റി റൺ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഫ്ലാഗ് ഓഫ് ചെയ്തു. മുഖ്യാതിഥിയായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ IPS കളക്ടറോടൊപ്പം 5 കിലോമീറ്റർ ദൂരമോടി കൂട്ടായ്മയിൽ അണിചേർന്നു. തെക്കേ ഗോപുര നടയിൽ നിന്ന് ആരംഭിച്ച് സ്വരാജ് റൗണ്ട്, വടക്കേ സ്റ്റാൻഡ്, അശ്വിനി ജംഗ്ഷൻ, പാട്ടുരായ്ക്കൽ, വിദ്യാർത്ഥി കോർണർ വഴി തിരിച്ച് തെക്കേ ഗോപുര നടയിൽ അവസാനിക്കുന്ന രീതിയിലായിരുന്നു മിനി മാരത്തോൺ. തൃശൂരിലെ ഓട്ടം, നീന്തൽ, സൈക്ലിംഗ് കൂട്ടായ്മയായ EAT അംഗങ്ങൾ സ്വരൂപിച്ച 75,720 രൂപ പ്രതിനിധികളായ പ്രശാന്ത് M, റീമോൻ ആന്റണി, രാമകൃഷ്ണൻ എന്നിവർ ചേർന്ന് കളക്ടർക്ക് കൈമാറി. EAT കൂട്ടായ്മ മാസം തോറും നടത്തിവരുന്ന ഗ്രൂപ്പ് റണ്ണിന്റെ ഭാഗമായാണ് ഇത്തരം വ്യത്യസ്ത ആശയം മുന്നോട്ട് വച്ചത്. കളക്ടർക്കും കമ്മീഷണർക്കുമൊപ്പം ഈറ്റ് അംഗങ്ങളും തൃശൂരിലെയും അയൽ ജില്ലകളിലെയും കായിക പ്രേമികളും അടങ്ങുന്ന 150ഓളം പേർ റണ്ണിൽ പങ്കെടുത്തു. EAT പ്രതിനിധി ഗഫൂർ KK നന്ദി അറിയിച്ചു. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. വെട്ടുകാട് ജനോദയ കലാസമിതി വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. വെട്ടുകാട് സെന്റ് ജോൺസ് കിൻഡർ ഗാർഡനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വായനശാല പ്രസിഡന്റ് KN ശിവൻ അധ്യക്ഷനായി. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം PV മോഹനൻ, വായനശാല സെക്രട്ടറി ജോസഫ് PM, വായനശാല വൈസ് പ്രസിഡന്റ് ജേക്കബ് PP എന്നിവർ സംസാരിച്ചു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ മികച്ച ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. പ്രായമായാൽ വായിക്കാൻ പറ്റാത്ത വിധത്തിൽ തിമിരം ഉൾപ്പെടെ വളരെ ഗൗരവമായി ആളുകൾക്കിടയിൽ പരക്കുന്ന ഒരു സമയമാണ്. പലപ്പോഴും നമ്മുടെ
കുഞ്ഞു മക്കൾക്ക്, നിങ്ങളുടെയൊക്കെ പേരക്കുട്ടികൾക്ക്, മക്കൾക്ക് 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കാൻ ചെന്നിരിക്കുമ്പോൾ പല ചോദ്യത്തിനും ഉത്തരം എഴുതാൻ പറ്റുന്നില്ല, പല ചോദ്യവും കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ സാധാരണ ചൂരൽ കഷായമാണ് അമ്മമാരുടെ സംഭാവന. പലപ്പോഴും കുട്ടികൾക്കത് വായിക്കാൻ പറ്റാത്തതുകൊണ്ടാകാം അങ്ങനെ പറയാൻ പറ്റാത്ത, അവർക്കത് പറയാനുള്ള അറിവും ഉണ്ടാകുന്നത്. അപ്പോൾ വളരെ ചെറുപ്പം മുതലേ വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒന്നാണ് നേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. എന്തായാലും ഇത്രയേറെ ആളുകൾ നേത്ര പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ ധാരണ ഇവിടെ ഡിക്റ്റേറ്റ് ചെയ്താൽ അസുഖത്തിൻ്റെ ചികിത്സ ഉൾപ്പെടെ അങ്കമാലി ചുഫ്ലവർ ആശുപത്രി ഇവരുടെ ഈ വായനശാലയുടെ വെട്ടുകാടി ജനാതയ വായനശാലയുടെ കൂടി സഹകരണത്തോടെ നിർവഹിക്കും എന്നാണ് എൻ്റെ ധാരണ. കണ്ണട വെക്കണം എന്ന് പറഞ്ഞാൽ അതിന് കുറവായിട്ട് എടുക്കണ്ട, നിർബന്ധമായിട്ടും അത് വെക്കുക തന്നെ വേണം. കാരണം നമുക്ക് പ്രായമായി വരുമ്പോൾ, പ്രത്യേകിച്ച് ഷുഗറും പ്രഷറും ഒക്കെ വരുമ്പോൾ അത് ഏറ്റവും പ്രധാനമായി ബാധിക്കുന്ന അവയവങ്ങളിലൊന്നാണ് കണ്ണ്. കണ്ണിൻ്റെ സൂക്ഷ്മത ദീർഘകാലത്തേക്ക് നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അത് ഇല്ലാതാക്കുമ്പോഴാണ് അതിൻ്റെ ദുരന്തങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുക. ഒല്ലൂർ വിശുദ്ധ എവുപ്രാസ്യാമ്മയുടെ തിരുനാളിന് ചൊവ്വാഴ്ച കൊടിയേറും. ഞായറാഴ്ച രാവിലെ എവുപ്രാസ്യാമ്മയുടെ നാടായ എടത്തിരുത്തിയിൽ നിന്നും ആരംഭിച്ച പതാക പ്രയാണം ഒല്ലൂർ തീർത്ഥകേന്ദ്രത്തിൽ ആർച്ച് ബിഷപ്പ് മറാൻഡ്രൂസ് താഴത്ത് സ്വീകരിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് കുർബാന ലതീഞ്ഞ്, തുടർന്ന് 6:30-ന് ഫാദർ റാഫേൽ വടക്കന്റെ തിരുനാൾ കൊടിയേറ്റ കർമ്മം നിർവഹിക്കപ്പെടും. തിരുനാൾ ദിവസം വരെ എല്ലാ ദിവസവും വൈകിട്ട് 5-നും രാവിലെ 11-നും കുർബാന, ലതീഞ്ഞ്, തിരുശേഷിപ്പ് വണക്കം എന്നിവ ഉണ്ടായിരിക്കും. 23-ന് വൈകിട്ട് 5-ന് കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികനാകും. 25-ന് വാഹന വെഞ്ചിരിപ്പ്. 26-ന് ചാലക്കുടി MLA TJ സനീഷ് കുമാർ എവുപ്രാസ്യാമ്മയുടെ കബറിടം സന്ദർശിക്കും. 27-ന് രാവിലെ 9-ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടത്തും. വൈകിട്ട് 5-ന് കുർബാനയ്ക്കു ശേഷം ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം K രാജൻ മന്ത്രി നിർവഹിക്കും. 28-ന് വൈകിട്ട് കുർബാനയ്ക്ക് ശേഷം കൂട് തുറന്ന് തിരുസ്വരൂപം പുറത്തേക്ക് എഴുന്നള്ളിക്കും. 29-ന് തിരുനാൾ ദിനത്തിൽ രാവിലെ 7:15-ന് കുർബാന, തുടർന്ന് നേർച്ചഭക്ഷണം ആശീർവാദം. 10-ന് നടത്തുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മോൺസിഞ്ഞോർ ജോർജ് വല്ലൂരാൻ മുഖ്യ കാർമ്മികനാകും. ഉച്ചയ്ക്ക് 12-ന് മേരിമാതാ പള്ളിയിലേക്ക് ജപമാല പ്രദക്ഷിണം. വൈകിട്ട് 6 വരെ ഊട്ടുനേർച്ചയുടെ വിതരണം. വൈകിട്ട് 5-ന് ആഘോഷമായ പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന. വാർത്താ സമ്മേളനത്തിൽ ഫാദർ റാഫേൽ വടക്കൻ, സിസ്റ്റർ ലിസ് ജോ, താജ് ആന്റണി, സിസ്റ്റർ ശുഭ ചാക്കോ, ഡേവിസ് കൊള്ളന്നൂർ എന്നിവരും പങ്കെടുത്തു. 18ാമത്തെ വിശുദ്ധ എവുപ്രാസ്യാമ്മയുടെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. വിശുദ്ധ എവുപ്രാസ്യാമ്മ ഈ ഒല്ലൂരിന് മാത്രമല്ല, തൃശ്ശൂർ അതിരൂപതയ്ക്ക് അല്ല, കത്തോലിക്ക സഭയ്ക്ക് മുഴുവൻ വളരെ വിശുദ്ധയായിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് മാറി പ്രഖ്യാപിച്ചപ്പോഴാണ് തിരുനാൾ നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് 18 വർഷം പിന്നിട്ടിരിക്കും. ഈ 18ാമത്തെ തിരുനാൾ ആഘോഷത്തിൽ അഭിമന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവ് എത്തുന്നുണ്ടെന്നുള്ള വിവരം ഞാൻ സന്തോഷത്തോടെ നിങ്ങൾ അറിയിക്കട്ടെ. കാരണം സിനഡിൻ്റെ ഒരു സമയമാണ്. സിനഡിൻ്റെ സന്ദർഭങ്ങളിൽ പിതാക്കന്മാർക്ക് ആർക്കും ഒഴിവ് ഒട്ടുമില്ല. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ളത് കൊണ്ട് ഫുൾ ടൈം അവിടെ ഇരിക്കണം എന്നുള്ളതാണ് സിനഡിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ഉച്ചതിരിഞ്ഞിട്ടുള്ള പ്രോഗ്രാം പോലും വെച്ചിട്ടും ആവശ്യത്തിന് ആളെ ബിഷപ്പുമാരെ കിട്ടാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് അഭിമന്യ പിതാവ് നമ്മളോടുള്ള ആ താല്പര്യം നിലനിർത്തിക്കൊണ്ട് 18-ാം തീയതി ഞായറാഴ്ച, അതായത് നാളെ 18-ാം തീയതി ഞായറാഴ്ച ഇവിടെ വന്ന് പതാക ഏറ്റുവാങ്ങുന്നതാണ്. അതിനുശേഷം വിശുദ്ധ കുർബാന ഈ ചാപ്പലിൽ തന്നെ അർപ്പിക്കും. അതാണ് അതിൽ പിതാക്കന്മാരായിട്ട് പങ്കെടുക്കുന്നത് ഒരാൾ മാത്രമേ ഇവിടെ ഇപ്പോഴുള്ളൂ. മറ്റൊരു പിതാവ് വരുന്നുണ്ട്. ആ പിതാവ് വരുന്നത് ലാറ്റിൻ രൂപതയിൽപ്പെട്ട പിതാവാണ്. 23-ാം തീയതിയാണ് മറ്റൊരു പിതാവ് വരുന്നത്. എന്താ പിതാവിൻ്റെ? വർഗീസ് ചക്കാലക്കൽ. അദ്ദേഹം കോഴിക്കോട് രൂപതയുടെ മെത്രാനാണ്. അദ്ദേഹമാണ് വരുന്നത്. അതിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഈ പെരുന്നാൾ ആഘോഷപൂർവ്വം നടത്തുന്നതിനായിട്ട് ഉള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു. വിവിധ കമ്മിറ്റികൾ ഫോം ചെയ്ത് പ്രവർത്തനം തുടങ്ങിയിട്ട് വളരെയധികം നാളുകളായി. നഗരത്തിലെ ശുചീകരണ തൊഴിലാളികൾക്ക് ഓണക്കിറ്റ് നൽകി BJP. ചിങ്ങം 1 പുതുവത്സരത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിലെ ശുചീകരണ തൊഴിലാളികൾക്ക് BJP ജില്ലാ കമ്മിറ്റി ഓണക്കിറ്റുകൾ നൽകി. അരിയും പലചരക്ക് സാധനങ്ങളും വസ്ത്രങ്ങളും അടങ്ങുന്ന കിറ്റാണ് വിതരണം ചെയ്തത്. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി. BJP ജില്ലാ സെക്രട്ടറി NR റോഷൻ, ബിജോയ് തോമസ്, മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C മേനോൻ, വിപിൻ ഐനിക്കുന്നത്ത്, ജില്ലാ സെക്രട്ടറി V ആതിര, പൂർണിമ സുരേഷ്, സംസ്ഥാന കൌൺസിൽ അംഗം മുരളി കൊളങ്ങാട്ട്, സീന ശശി, പ്രിയ മുരളി, സുശാന്ത് ഐനിക്കുന്നത്ത് എന്നിവർ പങ്കെടുത്തു.
വയനാടിന്റെ അതിജീവനത്തിന് ഐക്യദാർഢ്യം. യുവകലാസാഹിതി മാടക്കത്ര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ വേണ്ടി ക്യാൻവാസിൽ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ചിത്രരചനയും നാടൻ പാട്ടും അവതരിപ്പിച്ചു. താണിക്കുടം സെന്ററിൽ നടന്ന പരിപാടി യുവകലാസാഹിതി സംസ്ഥാന രക്ഷാധികാരി EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് VP കിഷോർ അധ്യക്ഷനായി. പ്രസാദ് പാറേരി, യുവകലാസാഹിതി ഒല്ലൂർ മണ്ഡലം സെക്രട്ടറി ശരത് കുമാർ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി പ്രദീപ്, മാർട്ടിൻ നാഥൻ എന്നിവർ സംസാരിച്ചു. താണിക്കുടം വാർഡ് മെമ്പർ മിഥുൻ തീയത്തുപറമ്പിൽ സ്വാഗതവും PG സജീഷ് നന്ദിയും അറിയിച്ചു. രണ്ട് കാറുകളിലായി കടത്തുകയായിരുന്ന 40 കിലോഗ്രാം കഞ്ചാവുമായി 2 പേർ പുതുക്കാട് പോലീസിന്റെ പിടിയിൽ. ദേശീയപാത പാലേക്കര ടോൾ പ്ലാസയിൽ നിന്നാണ് ഇവർ പോലീസ് പിടിയിലാകുന്നത്. പാലക്കാട് മണ്ണൂർ പ്ലാക്കിൽ വീട്ടിൽ 42 വയസ്സുള്ള കൃഷ്ണദാസ്, കടലക്കുറിശി പുത്തൻപുര വീട്ടിൽ 47 വയസ്സുള്ള കൃഷ്ണപ്രസാദ് എന്നിവരാണ് പിടിയിലായത്. ഞായറാഴ്ച പുലർച്ചെ ചാലക്കുടി DVSP സ്ക്വാഡും തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും പുതുക്കാട് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഇരുവരും കഞ്ചാവ് കൊണ്ടുവരുന്നതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തിവരുന്നു. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച 2 വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. മറ്റൊരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക് വീണ്ടും. കേരള സഹകരണ വേദി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതിയ സഹകരണ നിയമചട്ട ഭേദഗതികളെക്കുറിച്ച് പഠന ക്ലാസ് നടത്തി. സഹകരണ വേദി സംസ്ഥാന പ്രസിഡന്റ് KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് AR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KG ശിവാനന്ദൻ, KV ഹരിലാൽ എന്നിവർ ക്ലാസ് എടുത്തു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം NK സുബ്രഹ്മണ്യൻ, PD റെജി, PM വിജയൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി KV ഹരിലാൽ സ്വാഗതവും M രാധാകൃഷ്ണൻ നന്ദിയും അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാട് യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു കൊടുക്കുന്ന 30 വീടുകളുടെ നിർമ്മാണ ചെലവിലേക്ക് പണം കണ്ടെത്താൻ തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്നു. യൂത്ത് മ്യൂസിക് ബാൻഡ് ഫോർ ദ പീപ്പിൾ ഓഫ് വയനാട്. വരൂ പാടാം വയനാടിനായി കൈകോർക്കാം. യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് K സുമേഷ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ മിഥുൻ മോഹൻ, ശ്രീലാൽ ശ്രീധർ,
യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വിഷ്ണു ചന്ദ്രൻ, അമർ ഖാൻ എന്നിവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റീബിൽഡ് വയനാട് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാട് നമ്മുടെ സഹോദരങ്ങളുടെ വീടുകളും അല്ലെങ്കിൽ അവരുടെ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ ഈ ദുരിതത്തിൽ ഒരു കൈത്താങ്ങാവുന്നതിന് വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ 30ഓളം വീടുകൾ യൂത്ത് കോൺഗ്രസ്സുകാർ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട ഉറ്റവരും ഉടയവരുമായി എല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായിക്കൊണ്ട് അവരുടെ വിദ്യാഭ്യാസ ചെലവ്, അതുപോലെ തന്നെ അവിടെ നിന്ന് വീട് മാറിപ്പോകുന്നവർക്ക് വാടക വീട്ടിലേക്ക് പോകുന്ന 50ഓളം വീട്ടുകാർക്ക് വീട്ടുപകരണങ്ങൾ, അങ്ങനെ ഒരുപാട് ഒരു കൈ സഹായവുമായിട്ട് യൂത്ത് കോൺഗ്രസ് ഈ സംസ്ഥാനത്ത് ഇറങ്ങിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ഉദ്യമത്തിലേക്ക് നിയോജകമണ്ഡലം തലത്തിൽ കൃത്യമായിക്കൊണ്ട് ഞങ്ങൾ യൂത്ത് മ്യൂസിക് ബാൻഡ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയായി ജനങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ പൈസയിൽ ഇതിൽ നിന്ന് കിട്ടുന്ന എല്ലാ തുകയും ഞങ്ങളുടെ ഈ റീബിൽഡ് വയനാട് എന്ന് പറയുന്ന ഈ പരിപാടിക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു കൊടുക്കുന്ന 30 വീടുകളിലേക്കുള്ള സമാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല 19ാമത് ബിരുദദാന ചടങ്ങ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം കമ്മിറ്റി കർഷകരെ ആദരിക്കുന്ന ചടങ്ങ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജെയ്ജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവ ജയന്തി സന്ദേശ വാഹന വിളംബര ജാഥയ്ക്ക് യൂണിയൻ സെക്രട്ടറി TR രാജേഷിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. വെട്ടുകാട് ജനോദയ കലാസമിതി വായനശാലയുടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.